ഡിയർ ഫ്രണ്ട്സ്, ജോളീസ് കുലീനയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നാരങ്ങയും ഈത്തപ്പഴവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ആദ്യമായിട്ട് നല്ലെണ്ണ ഒഴിക്കുകയാണ്. ഏകദേശം ഒരു 150 ml നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലെണ്ണയിലോട്ട് 2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. പിന്നെ 2 ടീസ്പൂൺ ഉലുവ, മുഴുവൻ ഉലുവ. ഇതിലേക്ക് ഒരു 200 ഗ്രാം വെളുത്തുള്ളി, 200 ഗ്രാം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 തണ്ട് ഇറുത്തെടുത്ത കറിവേപ്പില, അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കണ്ട ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് 7 ടേബിൾ സ്പൂൺ മുളക് പൊടി, 7 ടേബിൾ സ്പൂൺ മുളക് പൊടി, മുളക് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ ഉലുവ, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. 2 ടീസ്പൂൺ ഇതാണ് ജീരകം, കടുക്, ഉലുവ. ഇത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി എടുത്ത കായം, ഏകദേശം 1.5 സ്പൂൺ കായം, അതെ. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മസാല. അതിലേക്ക് നാരങ്ങ, ഞാനൊരു 3/4 കിലോ നാരങ്ങ മേടിച്ചു. അത് വേവിച്ചിട്ട് കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ചതാണ്. ഒരാഴ്ചയോളം ആയി ഏകദേശം. ഇത് 3/4 കിലോ നാരങ്ങ വാങ്ങി വേവിച്ചു, തുടച്ചു, കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ചിരുന്നതാണ്. ഇത് 3/4 കിലോ നാരങ്ങയാണ് ഇപ്പോൾ. ഇതിലേക്ക് ഒരു 15 ഈത്തപ്പഴമുണ്ട്, ഈത്തപ്പഴം അതിട്ട് കൊടുക്കുകയാണ്.
ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കരയുടെ ടേസ്റ്റ് കുറച്ച് മതി എന്നുള്ളവർ കുറച്ചിട്ടാൽ മതി. പിന്നെ നാരങ്ങ നമ്മൾ കഴുകി വേവിച്ച് നന്നായിട്ട് തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അംശമേ പാടില്ല. ഈ അച്ചാറുണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമേ അതിൽ പാടില്ല. ഉപ്പ് ഇട്ടാണ് നമ്മളത് ഒരാഴ്ച വെക്കുന്നത്. അപ്പോൾ നാരങ്ങ റെഡി ആയിട്ടുണ്ട്. നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.